ജർമ്മനിയിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. ഈ കാണുന്നതൊക്കെ ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. ക്രിസ്മസിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ മിക്ക സ്ഥലങ്ങളിലും ക്രിസ്മസ് മാർക്കറ്റുകൾ വന്നു തുടങ്ങും. ഈ കാണുന്നത് അങ്ങനെ ഒരു ക്രിസ്മസ് മാർക്കറ്റാണ്. നമുക്ക് ഒരാവശ്യമില്ലെങ്കിലും വാങ്ങിക്കണമെന്ന് തോന്നുന്ന കൗതുകം നിറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഈ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ഇവിടെ ക്രിസ്മസ് കാലത്ത് മാത്രം കടകളിൽ കിട്ടുന്ന ഒരു പ്രത്യേകതരം വൈനാണ് ഈ കാണുന്ന ഗ്ലൂ വൈൻ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർ ഭക്ഷണത്തിൽ ഒരുപാട് സ്പൈസസുകൾ ചേർക്കുന്ന കാലമാണ്. അതുപോലെ റെഡ് വൈനിൽ ഒരുപാട് സ്പൈസസുകൾ ഇട്ട് തിളപ്പിച്ച് ചൂടോടെ തരുന്ന വൈനാണ് ഗ്ലൂ വൈൻ എന്ന് പറയുന്നത്. ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. മാത്രവുമല്ല വളരെ തണുപ്പ് കൂടിയ ക്രിസ്മസ് മാർക്കറ്റിൽ അവർക്ക് കയ്യിൽ ചൂടോടെ പിടിച്ച് കുടിക്കാൻ പറ്റുന്നത് ആൽക്കഹോളായിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത്. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രമല്ല, ഭക്ഷണം വിൽക്കുന്ന കടകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതിലെനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു ഐറ്റമാണിത്. പപ്പടം പോലെ ഒരു പാത്രത്തിലാണ് ഇവരിത് വിളമ്പി കൊടുക്കുന്നത്. ഇതിനകത്ത് 3-4 ഐറ്റംസ് ഇവർ ഇട്ട് കൊടുക്കും. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയില്ല, കാരണം ഞാൻ കഴിക്കാത്ത സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങി ട്രൈ ചെയ്തില്ല. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. Look you in your eyes, you're just like an angel. Your skin makes me cry. You float like a feather in a beautiful world. You're so fucking special. I wish I was special, but I'm a creep. What the hell am I doing here? I don't belong here. I don't care if it hurts. I wanna have control. Look you in your eyes, you're just like an angel. അങ്ങനെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിത്തീരുമ്പോഴേക്കും ന്യൂ ഇയറിന് ഏതാണ്ട് 2 ദിവസം മുൻപ് തന്നെ ഈ കലാപരിപാടി തുടങ്ങും. ന്യൂ ഇയറിൻ്റെ പ്രധാന ആഘോഷവും ഫയർ വർക്ക്സ് തന്നെ.
പൊട്ടിക്കൊണ്ടേയിരിക്കും. ഇത് കഴിഞ്ഞ് വരുമ്പോൾ മലയാളം തമിഴ് പാട്ടുകൾക്ക് ഡാൻസ് ചെയ്ത് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ആൾക്കാരെയും കണ്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം. ഹാപ്പി ന്യൂ ഇയർ. And if you